അങ്ങനെ കൊണ്ട് വലിച്ചു വാരിട്ടിട്ടുണ്ട്. സാധനം എടുത്തെടുത്ത് വെക്കാം. ആണ് ചിട്ടേക്കണ നോക്കിയേ. ഞാൻ എന്തുവായി കാണിച്ചു വെച്ചേക്കുന്നേ? അതൊക്കെ ഞാൻ വൃത്തിയാക്കിക്കോളാം. പിന്നെ ഇപ്പൊ അങ്ങോട്ട് വൃത്തിയാക്കും. ആ ബുക്കും ഇട്ട ഡ്രസ്സും സ്കൂൾ ബാഗും പേപ്പർ എല്ലാം വലിച്ചു വായ ബെഡിലിട്ടേക്കുക. ഒരു വൃത്തി എന്ന് പറഞ്ഞ സാധനം എനിക്ക് അറിയത്തിരി. എത്ര പേരാ റൂം യൂസ് ചെയ്യുന്നത്? അപ്പൊ അത്രയൊക്കെ വൃത്തി കാണത്തുള്ളൂ. ഓ, നീ ഒറ്റക്കാരെങ്കിൽ ഇപ്പൊ അങ്ങ് ഫുള്ള് വൃത്തിയൊക്കെ അങ്ങ് വെച്ചാനല്ലേ? ചേച്ചി എന്തിനാ എന്റെ കൈ പിടിച്ചിരിച്ചേ? എനിക്ക് നന്നായിട്ട് എടുത്തേട്ടാ. കൈ പിടിച്ച് ആര് തിരിച്ച്? ഇവിടെ നിന്ന് പിടിച്ച് ഇപ്പഴത്തേക്ക് ഒന്ന് നിർത്തി. തൊട്ടും കൂടി ഇല്ല അതിനാണ് കിടന്ന് ബഹളം വെച്ചോണ്ടിരുന്നത്. അങ്ങനൊന്നും അല്ല ചേച്ചി ചെയ്തത്. ഇങ്ങനെയാ. അങ്ങനെ തന്നെ എനിക്ക് നന്നത്. വന്ന് പിള്ളേർക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റൂലേ? നീതിരിക്കണോള്. നല്ല കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനല്ല പറയുന്നത്, പറയുന്ന രീതി പറയണം. പിന്നെ തമ്പ്രാട്ടിക്ക് ഇഷ്ടമുള്ള പറയുന്നത് പറയാ. ഇനി അങ്ങോട്ടേക്ക് ചേച്ചി വന്ന് തന്റെ അടി ആയിപ്പോയി. തന്റെ അടി എന്ത് ബഹളം ഇത്? ചന്തയോ? ശിവ, നിനക്കെങ്കിലും ഒന്നും മര്യാദക്ക് ഇരുന്നൂടെ? അയാളുടെ വായിന്ന് വരുന്ന വർത്താനം കേക്കളിയാ തന്റെ അടി എന്ന്. വന്ന് കൊച്ചിന് കൾച്ചർ എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. என்ன சத்தம் இங்க? உங்களோட சத்தம் கேட்டுதான் அம்மா வந்துட்டு எங்கிட்ட இங்க வந்து பார்க்க சொன்னாங்க. இனியும் இப்படி சத்தம் போட்டுனா அம்மா திடீர்னு வருவாங்க, பிரச்சனை ஆயிடும். ആര് വന്നാലും അവക്ക് എന്താ ആന്റി? പേടിയൊന്നും ഇല്ലല്ലോ ഒട്ടും. ആരെ ചേച്ചി അങ്ങോട്ട് ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോവാനാ? മനുഷ്യനെ പിടിച്ചിട്ട് കുറച്ച് സമാധാനം രണ്ടുപേരോടായിട്ട് പറയുക. തരാൻ പറ്റും ഇവിടെ ഉള്ള എല്ലാവർക്കും കൂടെ. അല്ലയാ, ഞാൻ പോണ്. ഞാൻ ചെന്നൈക്ക് പോവാൻ പോണ്. എന്നെ കൊണ്ട് ഇവിടെ ജീവിക്കാനായിട്ട് ഇവിടെ. ഭയങ്കര ഡീസന്റ് ആള്. പാറു, നീ വാങ്ങാനുള്ള പോക്കാണ് ഏട്ടൻ്റെ கொஞ்சம் நிறுத்துங்கப்பா, சண்டை போடாம எத்தீங்க. അയ്യോ, സണ്ട പോടാണ്ട് ഞങ്ങൾക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം. പിന്നെ എനിക്ക് ചേച്ചിയുടെ ഉമ്മയൊന്നും വേണ്ട. എന്റെ പൊന്നു കിഴങ്ങി, നീ ആദ്യം ഒന്ന് മര്യാദക്ക് പതുക്കെ സംസാരിക്ക്. ഇവരുടെ സംസാരം തന്നെ ഭയങ്കര ഒച്ച കേട്ട് ഇറിറ്റേറ്റ് ആയിട്ട് നിൽക്കുക. ഞാൻ അതേപോലെ ഭ്രാന്തർത്താണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ആ ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോൾ ഇവിടെ ഭയങ്കര അലപ്പ്. ഞാൻ നോക്കുമ്പോൾ അവിടെ വേറൊരു ചേട്ടൻ ഇങ്ങനെ നമ്മുടെ വീടിന്റെ അവിടെ എത്തി നോക്കിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ പൊന്നു മോനെ ആ വീട്ടിലോട്ടൊന്നും കയറി ചെല്ലല്ലേ, ഏതോ അലവലാദികൾ താമസിക്കണ വീടാണെന്ന്. അങ്ങനെ പറഞ്ഞു? ആ, ഇതൊക്കെ പറയാൻ നീ ആരാടാ? അയ്യോ, ഞാൻ ഒരു വഴി പോക്കാം മക്കളെ. എങ്കിൽ പിന്നെ ആ വഴിക്ക് പൊക്കൂടെ. എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? വഴിക്ക് പോയമാര് മൊത്തം ഗേറ്റിന്റെ അവിടെ നിൽപ്പുണ്ട്. ഇത് പോടാ. കുട്ടി പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ചേട്ടാ, ശിവചേച്ചി പറഞ്ഞതൊക്കെ കേട്ടായിരുന്നോ? ആടി, നാട്ടുകാര് മൊത്തം കേട്ട്. അതല്ല, ശിവചേച്ചി പറയാ നമ്മുടെ റൂം പട്ടിക്കൂടാന്ന്. ചേട്ടൻ താമസിക്കുന്നോണ്ടാന്ന്. ശിവ ശിവ, എന്റെ അമ്മ, കല്ല് വെച്ചതോണ. എപ്പോഴും ഞാൻ പറഞ്ഞത് നിന്റെ റൂം പട്ടിക്കൂടാന്ന്. ഞാൻ ഇപ്പൊ പറഞ്ഞത് അല്ലയാ, ഞാൻ പറഞ്ഞ അങ്ങനെ. മാത്രമേ പറയത്തുള്ളൂ കൊച്ചെ. ചേച്ചി പറഞ്ഞില്ലേ എനിക്കും കേശവന് വൃത്തിയില്ലെന്ന്? നിനക്ക് വൃത്തിയില്ലാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ചേട്ടനെ പറ്റി ഒരു അക്ഷരം ഞാൻ വേണ്ടിയിട്ടില്ല. ചേട്ടന് ഉപയോഗിക്കുന്ന റൂമല്ലേ ഇത്? അതുകൊണ്ട് അപ്പൊ വൃത്തികളാകത്തില്ലേ? കേട്ടല്ല മക്കളെ, എന്താ ഇവിടെ ഒരു കശപിശ? അമ്മ പോട്ടെ, പിള്ളേരെന്തോ കാര്യമൊക്കെ പറഞ്ഞ് ചുമ്മാ തമാശ അല്ല സംസാരിച്ചോണ്ടിരിക്കുന്നു. രാത്രി ചാർജിന്റെ ആവശ്യമില്ല, വേണ്ട. പാറു, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ചേച്ചിയോട് വഴക്കുണ്ടാക്കരുതെന്ന്? പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അമ്മൂമ്മ, ഞാനൊന്നും വഴക്കുണ്ടാക്കിയതല്ല. ശിവചേച്ചി എന്റെ തലയ്ക്കോട്ട് കേറാൻ വന്നത്. അമ്മൂമ്മ കേക്കമ്മൂമ്മ, ഇവള് വാ തുറന്ന നോണ അമ്മൂമ്മ പറയണത്. വാ തുറന്ന നോണ. അതെങ്ങനാ? പണ്ട് തൊട്ടേതാണല്ലോ ശീലം. എനിക്ക് കൾച്ചർ ഇല്ല. Paru, I've seen many kids in my life, good ones and bad ones, but you are the worst I've seen. Such a pity.
കടുത്തുപോയി 4 ശിവ അങ്ങനെ പറയാൻ പാടില്ല. കൊച്ചിന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്നതാണോ അവള് പറഞ്ഞത്? അല്ലേ മുമ്മ?